കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ചിക്കൻ മഞ്ചൂരിയൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടിയുടെ കൂടെ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. പ്ലെയിൻ റൈസ് ആണെങ്കിൽ പോലും ഈ ഒരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിന്ന് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 800 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ചിക്കൻ്റെ ബോൺലെസ് പാർട്സ് മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് 2 കപ്പോളം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു മഞ്ചൂരിയൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ കളയാതെ അത് ഇങ്ങനെ വെള്ളമൊഴിച്ച് വേവിച്ച് അതിൻ്റെ വെള്ളം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരു 15 മിനിറ്റോളം വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കറി ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് കോൺഫ്ലോറാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതില്ലെങ്കിൽ കറുത്ത കുരുമുളക് പൊടി ചേർക്കുക, സാധാരണ കുരുമുളക് പൊടി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വരെ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 മുട്ട ചേർക്കാം. 1 1/4 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 2 മണിക്കൂർ വരെയൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാനൊരു അരമണിക്കൂർ വരെ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയേക്കാളും നല്ലത് വേറെ ഏതെങ്കിലും അധികം ഫ്ലേവർ ഇല്ലാത്ത ഓയിലായിരിക്കും. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മുഴുവനും ഇതേപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ മൊത്തം നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും മറിച്ചിട്ടതിന് ശേഷം ആ ഭാഗവും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ചിക്കൻ്റെ 2 ഭാഗവും നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. മുഴുവൻ ഭാഗവും നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ ചിക്കൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി കോൺഫ്ലോർ ആവശ്യമുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്താൽ മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ എടുക്കുമ്പം അത്യാവശ്യം നല്ല ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കളറ് മാറി ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വരെ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കെച്ചപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കാം. ഞാൻ ഹോട്ട് സോസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ ചില്ലി സോസ് ആണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഞാൻ ഹോട്ട് സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ വരെ വെളുത്ത കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ കറുത്ത കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി കറിയിലേക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് സ്റ്റോക്ക് ചേർക്കാനായിട്ട്.
അപ്പോൾ ഇതാ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ എല്ല് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. നമ്മൾ അതിലെ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് എടുത്തതാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളമുണ്ട്. ആ വെള്ളം മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർക്കാം. അതും കൂടി കറിയിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് തോന്നിയതുകൊണ്ട്, കൂടുതൽ കട്ടി പോലെ തോന്നിയതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തിളച്ച് വരുമ്പോൾ വേണം ചിക്കൻ ചേർക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുകളിൽ കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മഞ്ചൂരിയൻ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈസിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്